നമസ്കാരം. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ.പി. ജയരാജനെ നീക്കം ചെയ്തതിനു ശേഷം വീണ്ടും CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇ.പി. ജയരാജനെ ചവിട്ടിത്താഴ്ത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ സംസ്ഥാന സമിതിയിൽ ഇ.പി. ജയരാജനെ പുറത്താക്കിയതിനു ശേഷം നടന്ന യോഗങ്ങളിൽ ഇ.പി. ജയരാജനെതിരെ പി. ജയരാജൻ നൽകിയിരുന്ന വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് നടപടിയാണ് സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടത് എന്നുള്ള ചോദ്യവുമായി തന്നെയാണ് പി. ജയരാജൻ രംഗത്തെത്തിയത്. എന്നാൽ ഇതിന്മേൽ നടപടി സ്വീകരിച്ചിട്ടില്ല, നടപടിയെക്കുറിച്ച് ആലോചിച്ചു വരുന്നതേ ഉള്ളൂ എന്ന മറുപടിയാണ് പി. ജയരാജന് സംസ്ഥാന സമിതിയിൽ നിന്നും കൊടുത്തത്. 2022 നവംബർ അവസാനമാണ് സംസ്ഥാന സമിതിയിൽ ഇ.പി. ജയരാജന്റെ വൈദേകം റിസോർട്ടിനെ കുറിച്ചുള്ള പരാതികൾ ഇ.പി. ജയരാജന്റെ വൈദേകം റിസോർട്ടിനെതിരെ പി. ജയരാജൻ പരാതി നൽകിയത്. ഇ.പി. ജയരാജന് വൈദേകം റിസോർട്ടിൽ കൃത്യമായ നിക്ഷേപമുണ്ടെന്നും അത് അനധികൃത നിക്ഷേപം തന്നെയാണ് എന്നുള്ളതാണ് പി. ജയരാജൻ ഉന്നയിച്ചത്. അതായത് ഇ.പി. ജയരാജന്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം, സാമ്പത്തിക വരുമാനത്തെക്കുറിച്ച് അന്വേഷിക്കണം, വൈദേകം റിസോർട്ടിൽ നിക്ഷേപിച്ചിട്ടുള്ള തുകകളെക്കുറിച്ചുമെല്ലാം കൃത്യമായ രീതിയിൽ പാർട്ടി കൃത്യമായ ഒരു അവലോകനം നടത്തണം. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേരാത്ത രീതിയിലുള്ള വഴിവിട്ട ബന്ധങ്ങളോ വഴിവിട്ട സാമ്പത്തിക വരുമാനമോ ഇക്കാര്യത്തിൽ ഇ.പിക്ക് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം എന്നായിരുന്നു പി. ജയരാജൻ സംസ്ഥാന സമിതിയിൽ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഈ സംസ്ഥാന സമിതിയിൽ, അതായത് ഇ.പി. ജയരാജനെതിരെ പരാതി ഉന്നയിച്ച സംസ്ഥാന സമിതിയിൽ ഇ.പി. ജയരാജൻ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ഒരു വിഷയം അവിടെ സമർപ്പിക്കപ്പെടുന്നു എന്നറിഞ്ഞതോടുകൂടി ഇ.പി. ജയരാജൻ സംസ്ഥാന സമിതിയിൽ വന്നു ചേരുകയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് നേരത്തെ തന്നെ ചർച്ച നടത്തി തീരുമാനമായിട്ടുള്ളതാണെന്നും അതിനുശേഷം പിന്നീട് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് രാഷ്ട്രീയ പ്രേരിതമായ ചില ഗൂഢലക്ഷ്യങ്ങളോട് കൂടി തന്നെയാണ് എന്നാണ് അന്ന് പി. ജയരാജനെതിരെ തിരിഞ്ഞടിച്ചത്. പി. ജയരാജനും ഇടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അന്ന് മുൻകൈ എടുത്തതാണ്. അതിനുശേഷം രണ്ടുപേരും സമരസപ്പെട്ടു പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇ.പി. ജയരാജൻ അനഭിമിതനായിരിക്കുന്ന ഈ സമയത്ത്, അഥവാ ഇ.പി. ജയരാജനെ പാർട്ടി ചവിട്ടി വീഴ്ത്തിയിരിക്കുന്ന ഈ സമയത്ത് ചവിട്ടിന്മേൽ വീണ്ടും ഒരു ചവിട്ട് എന്ന രീതിയിൽ തന്നെയാണ് പി. ജയരാജൻ ഇപ്പോൾ ഇ.പി. ജയരാജനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. വൈദേകം റിസോർട്ടുമായി വിവാദങ്ങൾ ഉയർന്നതിനെ തുടർന്ന് മുൻ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ജൂപ്പിറ്റർ പോലുള്ള ചില സ്ഥാപനങ്ങൾക്ക് വൈദേകം റിസോർട്ട് ഇ.പി. ജയരാജൻ കൈമാറി എന്നുള്ള വാർത്തകളും അന്നേ തന്നെ പുറത്തു വന്നിരുന്നതാണ്. അതെന്ത് തന്നെയായാലും ഇ.പി. ജയരാജൻ പാർട്ടിയിൽ വീണ്ടും ഏതെങ്കിലും തരത്തിൽ ഒരു പുനരുദ്ധാരണം നടത്തും, ഏതെങ്കിലുമെല്ലാം വിധത്തിൽ തിരിച്ചു വരും എന്നുള്ള ചില കണക്കുകൂട്ടലുകൾ ചില കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പി. ജയരാജൻ ഇപ്പോൾ ഇ.പി. ജയരാജനെതിരെ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പാർട്ടിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയ ഇ.പി. ജയരാജൻ ഒരു കാരണവശാലും അടങ്ങിയിരിക്കില്ല. ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് പ്രതികൂലമായ രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളുമായി ഇ.പി. മുന്നോട്ട് വരും എന്ന് തന്നെയാണ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളെല്ലാവരും കരുതുന്നത്. ഈ കരുതലിൽ നിന്ന് തന്നെയാവാം പി. ജയരാജനെ കൊണ്ട് മുൻപ് കൊടുപ്പിച്ച പരാതിയിന്മേൽ എന്തായി പാർട്ടി തീരുമാനം എന്നുള്ളത് പരസ്യമായി തന്നെ ചർച്ച ചെയ്യുവാൻ ഒരു അവസരം ഉണ്ടാക്കിയതും എന്നുകൂടി ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെന്ത് തന്നെയായാലും പി.വി. അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശിക്കും എതിരെയെല്ലാം ഗുരുതര ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പി.വി. അൻവറിന്റെ പിന്നിലുള്ള യഥാർത്ഥ ചാലകശക്തി ഇ.പി. ജയരാജൻ തന്നെയാണോ എന്നുള്ളതാണ് ഇപ്പോൾ CPM-ൽ നിന്നും പലരും തലപുകുഞ്ഞാലോചിക്കുന്നത്. അതിനുള്ള സാധ്യത തുലോം വിരളമാണ് എന്നുണ്ടെങ്കിലും അത്തരം ചില സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ CPM-ലെ തലമുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നത്. കാരണം CPM-നകത്തും CPM-ന് പുറത്തുമുള്ള പാർട്ടികളിൽ വളരെ വ്യക്തി സൗഹൃദങ്ങളും അത് കാത്തു സൂക്ഷിക്കുവാനും ശ്രമിക്കുന്ന ആൾ തന്നെയാണ് എക്കാലത്തും ഇ.പി. ജയരാജൻ. അതുകൊണ്ട് പാർട്ടിയുടെ ചില സമുന്നതരായ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും ഇ.പി. ജയരാജന് പിടിപാടുണ്ട്. പാർട്ടിക്ക് പുറത്തും ഇ.പി. ജയരാജന് ചില സ്വാധീനങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ആഭ്യന്തര വകുപ്പിനുമെല്ലാം ഉയർന്നു വന്നിരിക്കുന്ന പി.വി. അൻവറിന്റെ ഈ പരാതിക്ക് പിന്നിൽ ഇ.പി. ജയരാജൻ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയിലെ ചില വൃത്തങ്ങൾ പരിശോധിക്കുന്നത്. എന്തായാലും ഇ.പി. ജയരാജൻ പാർട്ടിക്കെതിരെ തിരിഞ്ഞടിക്കും എന്നുള്ള ചില കണക്കുകൂട്ടലോട് കൂടി തന്നെയാണ് പാർട്ടിയിലെ സമുന്നതരായ നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി കേൾക്കുന്നു. ഇ.പി. ജയരാജൻ തന്റെ ആത്മകഥ എഴുതുന്നു എന്നുള്ള ഒരു
വിശേഷം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് തനിക്ക് പാർട്ടിയിൽ നിന്നും നേരിട്ടുള്ള അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിട്ടുള്ള തിരിച്ചടികളെ കുറിച്ചും അല്ലെങ്കിൽ തനിക്കുണ്ടായിട്ടുള്ള പാർട്ടിയുടെ ഗുണപരമായ കാര്യങ്ങളെ കുറിച്ചുമെല്ലാം EP ആത്മകഥാപരമായ ഒരു പുസ്തകം ഇറക്കുന്നു എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. പാർട്ടിക്ക് വേണ്ടി വെടിയുണ്ട വരെ താൻ ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നു, തന്റെ കഴുത്തിൽ ഇപ്പോഴും വെടിയുണ്ട ഉണ്ട് എന്ന് തന്നെയാണ് EP ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. അതായത് പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന രക്തസാക്ഷിയായി തന്നെയാണ് EP ജയരാജൻ ഇപ്പോഴും നടക്കുന്നത് എന്നുള്ള ഒരു വ്യംഗ്യാർത്ഥത്തിൽ തന്നെയാണ് EP ജയരാജൻ പലയിടങ്ങളിലും പ്രസംഗിക്കാറുള്ളത്. EP ജയരാജനെ പോലെ സമുന്നതനായ ഒരു നേതാവിനെ CPM ഇങ്ങനെ അവഹേളിച്ച് പടിയിറക്കുമ്പോൾ തീർച്ചയായും അതിന് തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. പാർട്ടിയിൽ അതായത് CPM-ൽ EP ജയരാജനേക്കാൾ ജൂനിയറായ MP ഗോവിന്ദനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് എത്തിച്ചത് മുതൽ തുടങ്ങിയതാണ് EP-യും പാർട്ടിയും തമ്മിലുള്ള അകൽച്ച. ആ അകൽച്ച ഇപ്പോൾ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP-യുടെ പദം തെറിക്കുന്നതിൽ വരെ എത്തിയിരിക്കുന്നു. ഇനി ഏത് നിമിഷവും CPM വിട്ട് EP പുറത്തു പോകാം എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു. ഇതിന്റെ മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ EP ജയരാജനെതിരെയുള്ള പഴയ പരാതികൾ പൊടിതട്ടി കൊണ്ടുവരുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്.